ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ എല്ലായിടത്തും ഓണ സെലിബ്രേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഓഫീസിലും ഓണ സെലിബ്രേഷൻസ് അടിപൊളിയായിട്ട് ആഘോഷിച്ചേ. എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്രാവശ്യത്തെ ഓണാഘോഷം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമേ. അപ്പം കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാതെ ഓഫായി പോയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ചാർജ് ഇല്ലാത്ത കാര്യം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നിട്ട് ഓഫായിപ്പോയി. അപ്പം ഓണ സെലിബ്രേഷൻസ് ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാവരും എന്താ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നത്. അങ്ങനെ അത്തപ്പൂ മത്സരമില്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ. അങ്ങനെ നമുക്കും ഇവിടെ 3 ടീമായിട്ടായിരുന്നു അത്തപ്പൂ മത്സരം. അതിൽ ഞങ്ങളുടെ ടീമിലുള്ള അത്തപ്പൂവാണ് ഇത് കേട്ടോ. അപ്പം നമുക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ വന്ന് എല്ലാവരും പൂവൊക്കെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എത്തി അത്തപ്പൂ ഇട്ടു. പിന്നെ നമ്മുടെ മാവേലി തമ്പുരാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവേലി വന്ന് എല്ലാവർക്കും ഷെക്കൻഡൊക്കെ കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നേരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് നമ്മുടെ സീറ്റൊക്കെ പിടിച്ചിരിക്കും. പിന്നീട് തിരക്ക് കൂടിയ സീറ്റൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ വന്ന് ഇവിടെ ഇരിക്കും. പിന്നെ പ്രോഗ്രാം കാണാനും പറ്റണമല്ലോ, അതുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു വിളക്ക് കത്തിച്ചിട്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളും ഇവിടെ വിളക്ക് കത്തിച്ചിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ടോപ്പ് ലെവലിലുള്ള എല്ലാ സാറുമാരും മാഡം ഒക്കെ ചേർന്നിട്ടാണ് ഈ നിലവിളക്ക് കൊളുത്തുന്നത്. അതിനുശേഷം എല്ലാവരും വന്നിട്ട് നമുക്കൊരു ഓണം മെസ്സേജൊക്കെ ഓണം വിഷസൊക്കെ പറയും. ചേർന്നാണല്ലോ നമ്മളെ പാകപ്പെടുത്തുന്ന ഇതൊക്കെ കൂടി രമേഷ്, ബെന്നി, ശ്രീ ഉണ്ണികൃഷ്ണൻ കിട്ടണമെന്നാണ് ഈ ഓണക്കാലത്ത് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത് ഓണക്കോടി കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ടോപ്പ് ലെവലിലുള്ള എല്ലാവർക്കും ഓണക്കോടി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ശങ്കർ സാറിനാണ്. അതായത് ശങ്കർ സാർ ഈ ഒരു മാസം റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ സാറിന് സീനിയർ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു ഓണക്കോടിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശങ്കർ സാറിട്ട്. സാർ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് കിട്ടുമെന്നുള്ള രീതിയിൽ. അങ്ങനെ സാർ ഭയങ്കര ഹാപ്പിയാണ് കിട്ടിയപ്പോഴത്തേക്കും. ഇതാണ് ശങ്കർ സാറ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഗിഫ്റ്റല്ല പ്രൈസ് കൊടുക്കുകയാണ്. അത് നമ്മുടെ അത്തപ്പൂ മത്സരത്തിൻ്റെ പ്രൈസ്. ഇത് ഞങ്ങളുടെ ടീമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള അതിൻ്റെ ഫസ്റ്റ് ടീമായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേജിൽ പോകുമായിരുന്നു. പക്ഷേ നമ്മളാരും പോയില്ല. അതിൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനൊക്കെ എന്നെ പോയി വാങ്ങിച്ചത്. ഇത് സെക്കൻഡ്, അടുത്ത തേർഡ്, അങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോ ഗിഫ്റ്റ് അല്ല പ്രൈസ് വാങ്ങുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കോമ്പറ്റീഷൻ വേറെ ഉണ്ടായിരുന്നു. എന്ത് കോമ്പറ്റീഷൻ? റിയൽ കോമ്പറ്റീഷൻ, ഈറ്റിംഗ് കോമ്പറ്റീഷൻ, അങ്ങനെയൊക്കെയുള്ള കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടുള്ളവർക്കൊക്കെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്രാവശ്യം ഒരുപാട് നല്ല നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, കൈകൊട്ടിക്കളി, തിരുവാതിര, അങ്ങനെ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രോഗ്രാം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോൺ എന്നെ ചതിച്ച് കളഞ്ഞു. അങ്ങനെ ചാർജില്ലാതെ ഓഫായി പോയി കേട്ടോ. കുറേ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ശരിക്കും പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും
അസാധ്യം വിശപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി സാധനം പിടിച്ചു. നമ്മുടെ ഇലയിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ദാ ഈ ഇരിക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, എൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ട് നേരത്തെ വന്ന് പറയും കേട്ടോ, നേരിട്ട് വന്ന് പറയും, നീ അത് ഉണ്ടാക്കിയല്ലേ, ഇതുണ്ടാക്കിയല്ലേ എന്നൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു വീഡിയോ എടുക്കട്ടെ. അപ്പോൾ നീ എൻ്റെ വീഡിയോ നിന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ പരിപ്പും പപ്പടവും സദ്യ പായസമൊക്കെ കൂട്ടി നമ്മൾ ഊണ് കഴിച്ചു. ഊണ് കഴിച്ചതിന് ശേഷം വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. ഇപ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മളെ ഉറിയടി. എൻ്റെ ഓർമ്മയിൽ ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഉറിയടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ കസേര കളി ഉണ്ടായിരുന്നു. അങ്ങനെ ലേഡീസിനും ജെൻസിനും ആയിട്ട് കസേര കളിയായിട്ട് 2 ടീം വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. റെഡിയാണോ? അങ്ങനെ കസേര കളി കഴിഞ്ഞിട്ട് അടുത്ത് ഉറിയടി മത്സരമായിരുന്നു. അത് ഇതുപോലെ തന്നെ 2 ടീമായിരുന്നു, ജെൻസിനും ലേഡീസിനും ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിന് ശേഷം വടംവലി മത്സരം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓഫീസിലെ ഓണ ആഘോഷങ്ങൾ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നല്ല രീതിയിലൊക്കെ ഓണം ആഘോഷിക്കുമായിരിക്കുമല്ലേ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.